കൊല്ലം ശക്തികുളങ്ങരയിലെ തയ്യൽ കടയിൽ ആരോരുമില്ലാത്തവർക്ക് തുണയായി ഒരു ഗണേശൻ ചേട്ടനുണ്ട്. ജില്ലയിൽ അപകടങ്ങൾ സംഭവിച്ചാലും ആരെങ്കിലും അനാഥരായി തിരിഞ്ഞാലും സഹായഹസ്തവുമായി അവിടേക്ക് എത്തും. ഒരാവശ്യം വന്നാൽ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അടക്കം വിളിവരികയും ഇങ്ങോട്ടേക്കാണ്. കാണാം ആ വിശേഷത്തിലേക്ക്. ശക്തികുളങ്ങരയിലെ തയ്യൽക്കടയിൽ ജോലിയിൽ മുഴുകിയിരിക്കുന്ന ഗണേശൻ ഇതിനോടകം തന്നെ നിരവധി പേരുടെ ഹൃദയത്തിലാണ്. ഒട്ടനവധി ജീവിതങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഈ കൈകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപകടങ്ങളുണ്ടായാൽ അങ്ങോട്ടേക്കെത്തി പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലെത്തിക്കും. ആരെങ്കിലും അലഞ്ഞു നടന്നാൽ അവരെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കും. അനാഥരായ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ. അങ്ങനെ പ്രതിഫലം ഇച്ഛിക്കാതെ സദാ കർമ്മനിരതനാണ് ഇദ്ദേഹം. ഹൈവേയിലായതുകൂടുമ്പോൾ നിരവധി ആൾക്കാർ ഇങ്ങനെ അലിഞ്ഞിരിഞ്ഞ് വളരെ ഇഷ്ടമായിട്ടും ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ആക്സിഡൻറ്റുമായിട്ട് ആണ് കൂടുതലും ബന്ധപ്പെടുന്നത്. ഇത് ഞാൻ ഈ ഏതാണ്ട് 35 വർഷത്തോളം കട തുടങ്ങി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ എൻ്റെ ഇടയ്ക്ക് അന്ന് തൊട്ട് ചെറിയ ചെറിയ സഹായങ്ങൾ പിന്നെ ചെയ്യുമായിരുന്നു. സുഹൃത്തുക്കളായ ബാബു, ജോൺസൺ, ശ്യാം ഷാജി എന്നിവരൊക്കെ ഒപ്പമുണ്ടാകും. 25 വർഷത്തിലധികമായി സേവന പ്രവർത്തന രംഗത്തുണ്ട്. ഇന്ന് പോലീസുകാരടക്കം നിരവധി പേർ സുഹൃത്തുക്കളായുണ്ട്. ഈ ആൾക്കാർ ഇപ്പം നമ്മൾ ചുമ്മാതെ അല്ലാതെ പോയാൽ പോലെ തന്നെ ആൾക്കാർ കയറ്റിക്കൊണ്ട് വരികയും സഹായിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഈ അന്നേരം ആക്സിഡൻ്റൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോഴായാലും ഇതിനു മുമ്പായാലും ആൾക്കാർ പോലീസിനെ വിളിച്ച് പറയുന്നതിനെക്കാട്ടി മുമ്പേ നമ്മളെ വിളിച്ച് പറയും. എന്നുവെച്ചാൽ അങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു ഇത് വെച്ച് ഇപ്പം നാട്ടുകാരും വിളിക്കാറുണ്ട്, പോലീസും വിളിക്കും. ഈ ചെയ്യാൻ പറ്റാത്ത കേസുകളൊക്കെ നമ്മളെ വിളിക്കും. ഇതിനോടകം തന്നെ നിരവധി അമ്മമാരടക്കം ആയിരക്കണക്കിന് പേരെ അഗതി മന്ദിരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മദ്യപാനികളെയും മാനസിക പ്രശ്നം ഉള്ളവരെയുമൊക്കെ സഹായിക്കാനായി പോകുമ്പോൾ മർദ്ദനമേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ചില നമ്മളായിട്ട് വലയ്ക്കാറുണ്ട്. പിന്നെ ഈ മാനസിക രോഗികളെ നമ്മൾ സഹായിക്കാറുണ്ട്. ഈ മദ്യപാനികളൊക്കെ സഹായിക്കാറുണ്ട്. അവരെ നമുക്ക് അടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവരടിക്കും. ചിലപ്പം അവർക്ക് ഇതില്ലല്ലോ, തിരിച്ചറിവില്ലല്ലോ, സഹായിക്കാനായിട്ട് പോലെ. പിന്നെ ഈ റോഡിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവർ തന്നെ അവരും നമ്മളെ ഉപദ്രവിക്കാറുണ്ട്. നമുക്ക് അന്നേരം സങ്കടം നമുക്കറിയാമല്ലോ അവരെ കുറിച്ച്. ഈ സ്വയബോധമുള്ള ഒരാൾ എന്തായാലും ഇത്രയും ഇതായിട്ട് നടക്കത്തില്ല. 2 മക്കളാണുള്ളത്. സാമ്പത്തിക പ്രതിസന്ധികളുമുണ്ട്. വരുമാനമാർഗം തയ്യലാണ്. ശാരീരിക പ്രശ്നങ്ങളുണ്ടെങ്കിലും മുന്നോട്ടുള്ള കാലമത്രയും മനുഷ്യന് തുണയായി ഇങ്ങനെ തന്നെ തുടരാനാണ് തീരുമാനം. ജനം, കൊല്ലം.